ഹായ്, ഇന്ന് ഞങ്ങൾ പാലക്കാരുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല കുരുമുളകും തേങ്ങാക്കൊത്തും ഉള്ളിയും ഒക്കെ ഇട്ട് വരട്ടിയെടുത്ത നാടൻ പോർക്ക് ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു ദ ചാനൽ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇതിനു വേണ്ടി ആദ്യം പോർക്ക് മീറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ പോർക്ക് മീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത് 2 എണ്ണം, വെളുത്തുള്ളി 8 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം, കുരുമുളക് ചതച്ചത് 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, കശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഒരു ചെറിയ നാരങ്ങയുടെ നീര്, കറിവേപ്പില 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പുപൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കുക. കുക്കർ സ്റ്റൗവിലെ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചാൽ മതിയാവും. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിലും പിന്നീട് ലോ ഫ്ലെയിമിലാക്കി 2 വിസിലും അടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് അല്പനേരം മാറ്റി വെക്കാം. ഈ സമയം ഫ്രൈ റെഡിയാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എടുത്തു വെക്കാം. അതിനായി മീഡിയം സൈസിലുള്ള സവോള കനം കുറച്ചരിഞ്ഞത് 2 എണ്ണം, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് അരിഞ്ഞത് 1 എണ്ണം, വെളുത്തുള്ളി അല്ലി തൊലിയോടുകൂടി കഴുകി വൃത്തിയാക്കി ചതച്ചത് 10 എണ്ണം, കറിവേപ്പില 6 തണ്ട്, ചെറിയ ഉള്ളി ചതച്ചത് 10 എണ്ണം, ചതച്ചെടുത്ത കുരുമുളക് 2 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് 1/4 കപ്പ്, ഗ്രാമ്പൂ 8 എണ്ണം, ഏലക്ക 6 എണ്ണം, കറുവാപ്പട്ട 2 ചെറിയ പീസ് എന്നിവ നന്നായി ചതച്ചത്, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ എന്നിവ എടുത്തു വയ്ക്കുക. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു. ഇതാ പോർക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി പോർക്ക് വെന്തിട്ടില്ല എങ്കിൽ കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിലും കൂടി അടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്രൈ തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റുക. വെളുത്തുള്ളിക്ക് ഇതുപോലെ ഏകദേശം ബ്രൗൺ കളറാകുമ്പോൾ ഇതിനെ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇത് അവസാനം ചേർക്കാൻ വേണ്ടി ഉള്ളതാണ്. അതിനുശേഷം ഈ പാനിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങാക്കൊത്തിന് ഏകദേശം ഒരു ഇളം ബ്രൗൺ നിറമാകുന്നിടം വരെ ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തിന് ഒരു ഇളം ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലവണ്ണം ഇളക്കുക. ഈ ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഈ സവോള ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലവണ്ണം വഴറ്റുക. ഇപ്പോൾ സവോളയും ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവയും കൂടെ ചേർത്ത് വീണ്ടും നല്ലവണ്ണം വഴറ്റുക. ഇപ്പോൾ ഈ മസാലകളുടെ പച്ചമണമൊക്കെ മാറി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കാതെയാണ് കുക്കറിൽ വെച്ചെങ്കിലും ആ പോർക്കിൽ നിന്നുള്ള വെള്ളവും ആ നെയ്യും ഒക്കെ ഇറങ്ങി നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ആ വെള്ളം ഉൾപ്പെടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി 1/2 മണിക്കൂർ വേവിക്കണം. ഈ 1/2 മണിക്കൂറിനിടയ്ക്ക് ഓരോ 5 മിനിറ്റിലും ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ആ വെള്ളമൊക്കെ പറ്റി നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലവണ്ണം എല്ലാം ഒന്ന് മിക്സായി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് 2 ടീസ്പൂൺ, എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട എന്നിവ ചതച്ചത്, പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലവണ്ണം മിക്സായി വരുന്നത് വരെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്പം കഴിയുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ പറ്റി നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ഇതുവരെ നല്ലപോലെ ഇളക്കുക. കണ്ടോ, ഇപ്പോൾ ആ വെള്ളമൊക്കെ പറ്റി പോർക്ക് നല്ല ഡ്രൈ ആയിട്ടുണ്ട്.
ഇനി ലാസ്റ്റ് സ്റ്റെപ്പായി ആദ്യമേ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതാ ഞങ്ങളുടെ പോർക്ക് ഫ്രൈ റെഡിയാണ്. സൂപ്പറല്ലേ? എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് കള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ ഞങ്ങൾ പാലക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള നല്ല വീഡിയോകൾ ചെയ്യുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.